أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك عليه. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. صلوا وسلموا على النبي. اللهم صل وسلم وزد وبارك عليه. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وثل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. يا شفي يا كافي يا معافي يا الله. 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 اللهم اشف أمراضنا يا شافي الأمراض. اللهم ادفع بلياتنا يا دافع البليات. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا نجنا يا حبيب الله. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الغوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.
صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. توسلنا به بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. صلوا وسلموا على النبي اللهم صل وسلم وزد وبارك عليه. റഹ്മാനും റഹീമുമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട മദീന മുനവ്വറയിൽ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ അല്ലാഹുവേ, പരിശുദ്ധ ഖുർആൻ വഖഫ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു മജ്ലിസ് നടത്തുന്നത് അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ഷാനിബ എന്നവർക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ, നീ അവരെ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ ജീവിതം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടത്തിലാക്കണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ്സു നീ നൽകണേ അല്ലാ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണേ അല്ലാ. അല്ലാഹുവേ, മുത്തുനബി തങ്ങളുടെ തിരുനോട്ടമുള്ള മഹദിയാക്കണേ അല്ലാ. ഒരുപാട് കാലം സ്വലാത്ത് ചൊല്ലി മുത്തുനബി തങ്ങളെ മഹബ്ബത്ത് വെച്ച് ദഅവാ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൊണ്ട് അല്ലാഹുവേ, അവരാഗ്രഹിക്കുന്നതിനേക്കാൾ മനോഹരമായി അവരുടെ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെ ഭർത്താവിലും മക്കളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ, വിഷമങ്ങൾ മാറ്റണേ അല്ലാ. മക്കൾക്കെല്ലാം നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. അവരുടെ ദാമ്പത്യ ജീവിതം മുത്തുനബി തങ്ങളുടെ തിരുനോട്ടത്തിലാക്കണേ അല്ലാ. മഖ്ബൂലും മർദിയുമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ തിരുഹളറത്തിൽ വന്ന ധാരാളം സമയങ്ങൾ ചെലവഴിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, അവരുടെ ഉമ്മന ഫാത്തിമത്തു സഹ്റാ, അല്ലാഹുവേ, നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ വഖഫ് ചെയ്ത ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, പ്രിയപ്പെട്ട സഹോദരി ഷാനിബ എന്നവർക്കും അവരുടെ പ്രിയപ്പെട്ട ഉമ്മക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ഷർറുകളോ സിഹ്റുകളോ ഐനുകളോ എന്തെങ്കിലും കണ്ണേറുകളുണ്ടെങ്കിലും ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. മനസ്സിലുള്ള എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണേ അല്ലാ. മഹത്വമേറിയ ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീന മുനവ്വറയിൽ നിന്ന്, മസ്ജിദുൽ ഹറമിൽ നിന്ന് ഖുർആൻ വഖഫ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു മജ്ലിസ് നടത്തുന്നത് ആ കുടുംബത്തിന് വലിയ തണലാക്കണേ അല്ലാ. എത്രയോ മജ്ലിസുകളാണ് ഖുർആൻ വഖഫ് ചെയ്തുകൊണ്ട് കഴിഞ്ഞു പോയിരിക്കുന്നത്. എത്രയോ ഉമ്മമാരാണ്, സഹോദരിമാരാണ് പരിശുദ്ധ മദീന മുനവ്വറയോടുള്ള അടങ്ങാനാവാത്ത ഹബ്ബ് കൊണ്ട് ഖുർആൻ വഖഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ കാരണമായി മറ്റു പലരും ഖുർആൻ വഖഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിലും, മാതാപിതാക്കളുടെ രോഗം ശിഫയാകാനും വിഷമങ്ങൾ മാറാനും, മക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും ലഭിക്കാനും, അവരുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകാനും, മരണപ്പെട്ടു പോയ മക്കളുടെ മേലിലും, അതുപോലെ തന്നെ മക്കളുടെ ജന്മദിനം വരുമ്പോൾ ഹബീബായ മുത്തുനബി തങ്ങൾക്ക് ഖുർആൻ സമ്മാനിച്ചുകൊണ്ട് പരിശുദ്ധ റൗളാ ശരീഫിൽ ഖുർആൻ വഖഫ് ചെയ്തിരിക്കുന്നത്. അല്ലാഹുവേ, ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണേ അല്ലാ. ആ കഴിഞ്ഞുപോയ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരി ഷാനിബ എന്നവർക്കും അവരുടെ ഉമ്മയ്ക്കും നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. അവരുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നീ ഐശ്വര്യവും ബറക്കത്തും നൽകണേ അല്ലാ. അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം നീ എന്നും നിലനിർത്തണേ അല്ലാ. ഇങ്ങനെ ഒരു സൽക്കർമ്മത്തിന് സബബായിട്ടുള്ള അഹ്ലുബൈത്തിലെ പ്രിയപ്പെട്ട സഹോദരി സയ്യിദത്ത് ഹഫ്സ ബീവി തുറാബ്,
അല്ലാഹുവേ നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നീ നൽകണേ അല്ല. അവരുടെ ഖിദ്മകൾ നീ സ്വീകരിക്കണേ അല്ല, കബൂൽ ചെയ്യണേ അല്ല. ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين.